നമസ്കാരം, വെൽക്കം ടു കെ എസ് മെൻറ്റർ. SI ഡിഗ്രി മെയിൻസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോടാണ്. നിങ്ങൾ SI മെയിൻസ് എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ SI മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ SI മെയിൻസ് എഴുതുന്നതിന് മുമ്പ് കുറേ കുട്ടികൾ കുറേ ഡൗട്ടുകൾ അയച്ചു, അല്ലെങ്കിൽ അവർക്കുള്ള കുറച്ച് ഓൾറെഡി ഉള്ള അറിവുകൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ലൈക്ക് CRPC IPC ആണോ പഠിക്കേണ്ടത്, അതോ ഭാരതീയ ന്യായ സംഹിത ചോദ്യത്തിൽ വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ SI കുറിച്ചുള്ള പൊതുവെയുള്ള ധാരണ താരതമ്യേന കട്ട് ഓഫ് കുറവാണ്, ഒരു 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് SI ആവാൻ പറ്റും, അല്ലെങ്കിൽ SI റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലിയിൽ കയറാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് പ്രിലിംസിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇനോഫ് ആണ്, വേറെ അധികം പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ആക്റ്റുകൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പഠനം കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ കൂടി ഒന്ന് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇത് കണ്ട ശേഷം SI മെയിൻസിന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ പഠനത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ആൻഡ് ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വീഡിയോയിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരോടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ LSCSൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു എത്ര ആൾക്കാരാണ് മെയിൻസിലോട്ട് ക്ലിയർ ചെയ്തിരിക്കുന്നത്. സോ അത് ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രൈമറി തിങ് ആണ്. ആംഡ് പോലീസിലോട്ടാണെങ്കിൽ 20,000 പേര് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസിലോട്ട് എത്തിയിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റാണ് 22,619 പേര് മെയിൻസിലോട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു 20,000 മുതൽ 22,000 ആൾക്കാരായിട്ടാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവരെല്ലാവരും നമ്മൾ ഇനി പറയുന്ന രീതിയിൽ പഠിക്കാൻ പോകുന്നവരോ ഇനി നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ ആസ്പെക്റ്റുകളും സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കുന്നവരോ ആയിരിക്കില്ല. അപ്പോൾ വീണ്ടും നിങ്ങളുടെ കോമ്പറ്റീഷൻ ഇതിലെ പലപ്പോഴും 10ൽ 1 ചുരുങ്ങും, അല്ലെങ്കിൽ ഒരു 2,000-3,000 പേരോട് മാത്രമായിരിക്കും നിങ്ങളുടെ കോമ്പറ്റീഷൻ വരുന്നത്. അവിടെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 70 മാർക്കിൻ്റെ ടാർഗറ്റ് ആയിരിക്കണം. ഒരു 70 മാർക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾ നിങ്ങളുടെ മെയിൻസ് പേപ്പറിൽ നേടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്കോർ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് SI റാങ്ക് ലിസ്റ്റിലോട്ട് എൻട്രി ചെയ്യുമെന്ന് മാത്രമല്ല, ആദ്യത്തെ തവണ തന്നെ നിങ്ങൾക്ക് SI എന്നുള്ള ആ യൂണിഫോം എൻട്രി ലെവൽ ആ ഒരു യൂണിഫോം പോസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കയ്യിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചില ആസ്പെക്റ്റുകൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് SI എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്. സോ ഈ വീഡിയോ ഫസ്റ്റ് ആദ്യമായിട്ട് SI മെയിൻസ് എഴുതുന്നവർ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് SI മെയിൻസ് എഴുതുന്നവർ കാണുന്നുണ്ടാവും, റാങ്ക് ലിസ്റ്റിൽ ഓൾറെഡി ഉള്ളവർ കാണുന്നുണ്ടാവും. എല്ലാവർക്കും ഇത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആവും, അല്ലെങ്കിൽ എല്ലാവരും ഈക്വലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പ്രിലിംസും മെയിൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രിലിംസിൽ ഓൾറെഡി പഠിച്ചത് SIക്കുള്ളൂ. കാരണം LSCS ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൻസ് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ വെയിറ്റേജ് കുറവാണ് ഇവിടെ SIയിലോട്ട് വരുമ്പോൾ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് 46% അല്ലെങ്കിൽ 46 മാർക്ക് ഔട്ട് ഓഫ് 100 നിങ്ങൾ ഓൾറെഡി മെയിൻ പ്രിലിംസിൽ കണ്ട ഭാഗങ്ങളാണ്. ലൈക്ക് അത് ഹിസ്റ്ററിയാണ് 3 മാർക്കിന്, 3 മാർക്കിൻ്റെ ജോഗ്രഫി, എക്കണോമിക്സ്, പിന്നെ MEM ഒരു 30 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ ടോപ്പിക്കലായിട്ടിരിക്കുന്ന സ്റ്റിൽ നിങ്ങൾ ഓൾറെഡി പ്രിലിംസിൽ കണ്ട ഭാഗമാണ്. അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് 38 ചുരുങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 46 മാർക്കോളം നിങ്ങൾ ഓൾറെഡി പ്രിലിംസിൽ പഠിച്ച ഭാഗത്തിൽ നിന്ന് തന്നെയാണ് ചോദ്യം. പക്ഷെ അതിൻ്റെ വെയിറ്റേജ് മാറും. നമ്മൾ GSലോട്ട് വരുന്ന മാറ്റം എപ്പോഴും പറയുന്ന പോലെ. ആൻഡ് ന്യൂ സബ്ജക്റ്റുകൾ, അതിൽ ലൈഫ് സയൻസ് 6 മാർക്കിനുണ്ട്. വെയിറ്റേജ് മറക്കരുത്. മുമ്പുള്ള SI എക്സാമുകളിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളത് എടുത്ത് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈഫ് സയൻസ് ആണ് 6 മാർക്കിന് വരുന്നത്. പിന്നെയോ കേരള ഗവേണൻസിൽ നിന്നൊരു 5 മാർക്ക്, IPC CRPC തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊരു 5 മാർക്ക്, ആൻഡ് IT ആക്ട്, RTI ആക്ട്, പിന്നെ എന്താ ഉള്ളത്, ബേസിക്സ് ഓഫ് സൈബർ ക്രൈമും അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി. ഇതൊരു 20 മാർക്കിൻ്റെ ഭാഗമാണ്. പലർക്കും ഇതിൽ ബേസിക്സ് ഓഫ് IT മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഭയങ്കര പുതിയതാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന് പുറമെ ഒരു കറണ്ട് അഫെയർ 5 മാർക്ക്, അങ്ങനെ ടോട്ടൽ 54 മാർക്ക് നിങ്ങൾക്ക് പുതിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ഭാഗമാണ്. നിങ്ങൾ നോക്കിയേ, അതായത് SI മെയിൻസിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് എൻ്റർ ചെയ്യാവുന്ന ഒരു മുഴുവൻ മാർക്കും നിങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. 46 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടെ ഈ 46-ൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രിലിംസിൽ ഒരു 60 മാർക്ക് ഒരു ആവറേജ്, അല്ലെങ്കിൽ 50 മാർക്ക് 45 മാർക്കൊക്കെ സ്കോർ ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. കാരണം SIയുടെ കട്ട് ഓഫ് നിങ്ങൾക്കറിയാം 45 മാർക്കായിരുന്നു. അപ്പോൾ ആ ഒരു സ്കോർ 100-ൽ സ്കോർ ചെയ്തവരാണ് നിങ്ങൾ.
അപ്പോൾ നിങ്ങൾക്കറിയാം എന്തുമാത്രം എഫേർട്ട് ഈ കാണുന്ന 54 മാർക്ക് നിങ്ങൾ ഇടേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് സമാധാനിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ലൈഫ് സയൻസിൽ 50% മാർക്ക് നിങ്ങൾ ഓൾറെഡി പബ്ലിക് ഹെൽത്ത് എന്ന സയൻസ് ആൻഡ് ടെക്നോളജി സിലബസിൽ പഠിച്ചതാണ് പ്രിലിംസിൽ. ആൻഡ് ബേസിക്സ് ഓഫ് IT ഈ IT അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് IT നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സൈബർ ക്രൈം പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെ RT ആക്ടിൻ്റെ പല വശങ്ങളും നിങ്ങൾ പൊളിറ്റി അല്ലെങ്കിൽ സിവിക്സിൽ പഠിച്ചതാണ്. കറണ്ട് അഫെയറിലെ മിക്ക ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പല പാട്ടുകളും നിങ്ങൾ സബ്ജക്റ്റുകളിൽ കവർ ചെയ്ത് പോയതാണ്. എങ്കിലും ഇതിലെല്ലാം നിങ്ങൾ പുതിയ എഫേർട്ട് ഇടേണ്ടി വരും. ഒരു 50% മാർക്ക് സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിലും ഞാൻ ഈ പറഞ്ഞ 70 മാർക്കിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് എഫേർട്ടാണ് ഇടേണ്ടി വരിക? അവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഈ 3 ലിസ്റ്റിലും കയറിയവരുണ്ട്, അല്ലെങ്കിൽ 3ഉം ഒരുമിച്ച് പഠിച്ചാൽ കൊള്ളാം ഒന്നുള്ളവരുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ SI ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാവുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. നോക്കിയേ, LSS, SI, കേരള ബാങ്ക്, ഈ 3ലും ഒരുമിച്ചുള്ള അല്ലെങ്കിൽ 3 സിലബസുകളിലുള്ള സബ്ജക്റ്റുകൾ നമുക്കൊന്ന് കണ്ടാലോ. ഹിസ്റ്ററി, ജിയോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, ലൈഫ് സയൻസ്, കറണ്ട് അഫെയർ ആൻഡ് MEM, ഈ 3 എക്സാമുകൾക്കുണ്ട്. സോ ഇത് നിങ്ങൾക്ക് SI പഠിക്കുമ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കും കൂടെ ഒരുമിച്ച് ടൈം അലോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിലബസിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ SIക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഒരു കാൽക്കുലേഷൻ കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി 2 എക്സാമിനും കൂടെ ഉപകാരപ്പെടും. ആൻഡ് കേരള ബാങ്കും SIയും മാത്രം പഠിക്കുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കേരള ഗവേണൻസ് എന്ന സിലബസ് പാർട്ട് ഇതിന് 2നും കൂടെ പഠിക്കാം. അപ്പോൾ നോക്കിയേ, നിങ്ങളുടെ സമയം വൈസായിട്ട് യൂസ് ചെയ്യേണ്ട സമയമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇനി 50 ദിവസത്തോളം നിങ്ങളുടെ SI മെയിൻസ് ഉണ്ട്. സെപ്റ്റംബർ 26 മെയിൻസ് ആണ്. കേരള ബാങ്കാണ് ഒക്ടോബറിൽ വരും, LSCS ആണ് നവംബറിൽ വരും. അപ്പോൾ ഇനിയുള്ള സമയം എങ്ങനെയൊക്കെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങളുടെ റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം, ഇതിന് പുറമെ ലൈഫ് സയൻസ് ഉണ്ട്, നമ്മൾ പറഞ്ഞതാണ് അല്ലേ, കറണ്ട് അഫെയർ ഉണ്ട്, ഒക്കെ ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്താണുള്ളത്? ഒന്ന് IPC ആൻഡ് CRPC. ഇനി IPCയിലാണെങ്കിലും മുഴുവൻ ഭാഗമൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട. ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആൻഡ് ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡി, ഒഫൻസ് എഗെയിൻസ്റ്റ് വുമൺ, ആൻഡ് ഓൾസോ എപ്പോഴും വരുന്ന പോലെ പബ്ലിക് സർവൻസിന് എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ പബ്ലിക് സർവൻസോ ചെയ്യുന്ന ഒഫൻസുകൾ ആൻഡ് ഇതിൻ്റെ എല്ലാം ജനറൽ എക്സെപ്ഷൻസ്. അപ്പോൾ സിലബസ് ഭയങ്കര ക്ലിയർ ആണ്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കത്തുള്ളൂ. ഇതുപോലെ CRPCയിൽ നിന്നുള്ള ചില ഡെഫിനിഷൻസ്, അതുപോലെ അറസ്റ്റ്, സമൺ, സീസർ പോലെയുള്ള CRPCയിൽ നിന്ന് വരുന്ന ക്രിമിനൽ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ദെൻ IT ആക്ട്, RT ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു, പക്ഷേ നമ്മൾ ജനറൽ ഇട്ടു അല്ലേ. ആൻഡ് ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈം, ഹ്യൂമൻ സൈക്കോളജി. അങ്ങനെ മൊത്തത്തിൽ 45 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന ഭാഗത്ത് നിന്ന് PSC തന്നിരിക്കുന്നത്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചതാണെന്നുള്ള ഭാഗം നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ടാർഗറ്റ് 70 മാർക്ക് നമ്മൾ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഈ ടാർഗറ്റ് 70 മാർക്ക് എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതാണ്. ആ 70 മാർക്കിൽ നമ്മൾ കണ്ടു എന്താണ് 70 മാർക്ക് ടാർഗറ്റിൽ നിങ്ങൾ മുമ്പ് പഠിച്ച പല ഭാഗങ്ങളും ഉണ്ട്. നമ്മൾ കണ്ടു 46 മാർക്കോളം പഴയ സിലബസിൽ നിങ്ങൾ കണ്ടതാണ്. പക്ഷെ സപ്പോസ് ആ 46 മാർക്ക് നിങ്ങൾക്കറിയാം 50ൽ നിലവിൽ ഒരു 50 മാർക്കൊക്കെ മേടിച്ച് നിങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സപ്പോസ് ഒരു 20 മുതൽ ഇനി 25 മാർക്ക് വരെ ആണെന്ന് വിചാരിക്കും, നിങ്ങൾ കാര്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പോഴും ആ 70 മാർക്കിലോട്ട് നമ്മൾ ഇവിടെ എത്ര മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും? നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് 45 മാർക്ക് അല്ലേ, 45 മാർക്കോളം നിങ്ങൾ ഇവിടെ നിന്ന് സ്കോർ ചെയ്യണം. അപ്പോൾ ഈ 45 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഔട്ട് ഓഫ് 54 45 സ്കോർ ചെയ്യുക പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ 46ൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാ? GS നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടി വരും. സ്വാമേഖല MEMലെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് കൂടും. അപ്പോൾ MEM കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലാം ചെയ്ത് ഈ 25ന് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ആവറേജ് ഒരുപാട് കുട്ടികളെ ഞാൻ സംശയിച്ചു നിങ്ങളെല്ലാം GS MEM മാറ്റി കഴിഞ്ഞാൽ GS കിട്ടിയിരിക്കുന്ന മാർക്ക് ഒരു 25-30 ആണ്. അപ്പോൾ അത് നിങ്ങൾ എത്ര ഇതാണ് മെയിൻസിലോട്ട് വരുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കുന്നത്. പലരും SIയുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ജോലിയിൽ കയറാവുന്ന ഒരു മാർക്ക് കിട്ടുന്നില്ല. അതിനുള്ള കാരണം ഒന്നിതാണ്, ഈ 46ൽ നിന്ന് 25 കിട്ടുന്ന അവസ്ഥയെ മാറ്റി നിങ്ങളൊരു 30-35ലോട്ട് പുഷ് ചെയ്ത് അല്ലെങ്കിൽ 40ലോട്ടൊക്കെ നിങ്ങൾ പുഷ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്ന പുതിയതായിട്ട് പഠിക്കുന്ന ഭാഗങ്ങളെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലേറ്റായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് കുറച്ച് മാർക്ക് പോയാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ നിങ്ങളൊരു പുഷ് ചെയ്ത് 35ലോട്ട് എത്തിയെങ്കിലും നമ്മുടെ 70ന് വീണ്ടും ഇവിടെ ഒരു 35 മാർക്ക് വേണം. അപ്പോൾ ആ 35 ഔട്ട് ഓഫ് 45 ഒരു തരത്തിലും ചെറിയ കാര്യമല്ല. കൺസിഡറിങ് പല ടോപ്പിക്കുകളും ലൈക്ക് സ്പെഷ്യൽ സൈക്കോളജി പോലെയുള്ള, സൈബർ ക്രൈം പോലെയുള്ള, IPC CRPC പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഇതെല്ലാം പുതിയതാണ്.
അപ്പോൾ ഇവിടെ എല്ലാമാണ് നിങ്ങൾക്കൊരു ഇനിയൊരു 50 ദിവസത്തിൽ പഠിച്ച് കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു കഴിയും എന്നുള്ള പേടിയുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മെൻറ്ററുടെ സഹായം നിങ്ങൾക്ക് ഉറപ്പായും മേടിക്കണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഫോർ ദിസ് സമയത്ത് നമ്മൾ പറയാനുള്ള കാരണം. പിന്നെ ഒരു ഡൗട്ടായിരുന്നു IPC ആണോ CRPC ആണോ BNS ആണോ, PSC എന്നെ സർക്കുലേറ്റ് ചെയ്ത കാര്യമാണ് അല്ലെങ്കിൽ PSC എന്നെ പരസ്യപ്പെടുത്തിയുള്ള കാര്യമാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് IPCയും CRPCയും തന്നെയായിരിക്കും എക്സാമിനുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡൗട്ട് വേണ്ട. പക്ഷേ എങ്കിലും ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ BNSലെ ചില ഭാഗങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് നാഗരിക സുരക്ഷാ സംഹിതയിലെ ചോദ്യം ചോദിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള ചാൻസസ് ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. മേ ബി കറണ്ട് അഫെയർ എന്ന ആസ്പെക്റ്റിൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് പഠിക്കണം എന്നതിന് ഇപ്പോൾ LSCSലെ കാര്യത്തിൽ ചോദിച്ച പോലെയുള്ള വലിയ ഡൗട്ടുകളൊന്നും എസ്സേയുടെ കാര്യത്തിൽ പലർക്കും ഇല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പലതും ബെയർ ആക്റ്റുകൾ അല്ലെങ്കിൽ ആക്റ്റുകൾ തന്നെയാണ് ചോദിച്ച് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വന്നുള്ള. ഇപ്പോൾ IPC ആയാലും CRPC ആയാലും IT ആക്ട് ആയാലും RT ആക്ട് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എല്ലാം ഏറ്റവും പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ആ നിയമം തന്നെയാണ്. നമ്മൾ കാണിച്ചു തരാം. ആ നിയമത്തിൽ നിന്ന് അതുപോലെ തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അതെല്ലാം പഠിക്കാനുള്ള സമയം ഈ ഒരു 50 ദിവസത്തിൽ ഒരാൾക്ക് നടക്കില്ല. എസ്പെഷ്യലി നിങ്ങളൊരു പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നടക്കില്ല. പിന്നെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന KS മെൻറ്റർ പോലെയുള്ള ക്ലാസ്സുകളിലെ ഹാൻഡ് ഔട്ടുകളാണ്. അവിടെ എന്താണോ വേണ്ടത് അത് മാത്രം കൊടുത്ത് അതിൻ്റെ ചോദ്യങ്ങളും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനപ്പുറം ഒന്നും വേണ്ട. നിങ്ങൾ ബെയർ ആക്ടിനെ വല്ലാതെ ആശ്രയിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ പലപ്പോഴും ഒട്ടും ആശ്രയിക്കേണ്ടി വരില്ല. ഇനി ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈം പോലെയുള്ളൊരു ടോപ്പിൽ നിങ്ങൾക്കറിയാം. ബേസിക്സ് ഓഫ് IT എന്നുള്ള ഭാഗം നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചതാണ്. SCERT ബുക്കുകൾ അല്ലെങ്കിൽ NCERT ബുക്കുകൾ തന്നെ ധാരാളമാണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ആൻഡ് സൈബർ ക്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒന്നുകിൽ ആ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ഒറിജിനൽ ആക്റ്റുകളും ഒറിജിനൽ ഗവൺമെൻറ് റിസോഴ്സുകളും നിങ്ങൾ പഠിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ഹാൻഡ് ഔട്ടുകളെ ഫോളോ ചെയ്യേണ്ടി വരും. ഇനി ഇതല്ലാതെ വേറെ പലരെയും കുഴക്കുന്ന ഒന്ന് ഹ്യൂമൻ സൈക്കോളജിയാണ്. ഹ്യൂമൻ സൈക്കോളജി തീർച്ചയായും ഇതെല്ലാം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ചില NCERT ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ റാൻഡം ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ചില യൂണിവേഴ്സിറ്റികളുടെ എല്ലാം IGNOU ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ റാൻഡം ബുക്കുകൾ കിട്ടും. പക്ഷേ പ്ലീസ് മനസ്സിലാക്കുക, 10 മാർക്കാണ് ഇതിൽ നിന്നുള്ള 10 മാർക്കാണ് ഇവിടെ എന്നുള്ളത്. ഈ 20 മാർക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 35 സ്കോർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ തന്നെ ഇമ്പോസിബിളായി. അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റും. ഇപ്പോൾ സൈക്കോളജി എല്ലാം എനിക്കറിയാം, പരീക്ഷ എഴുതാൻ പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇതിന് മുമ്പ് ഇത് കണ്ടിട്ടുകൂടെ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മുടെ സിലബസിലും ഇല്ല. അപ്പോൾ വേറെ മീൻസ് ഞാൻ പറയുന്നത് നമ്മുടെ ഇതുവരെ നിങ്ങൾ പഠിച്ച സ്കൂൾ കോളേജ് സിലബസുകളിൽ ഇല്ല. നിങ്ങൾ അത് സ്പെഷ്യലി എടുത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ, ഇതിനെക്കുറിച്ച് ഏറ്റവും എക്സ്പേർട്ടായ ഒരാളുടെ ക്ലാസ് പെട്ടെന്ന് കേട്ട് അതിൻ്റെ മെറ്റീരിയൽ പഠിച്ച് അതിന് വേണ്ട. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ, അതുകൊണ്ട് തന്നെ ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് PSC ചില മെസ്സേജുകൾ നമുക്ക് കൺവേ ചെയ്ത് തന്നിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സ്മാർട്ട് വർക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ അത് മാക്സിമം ചെയ്യുക, അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ കളയാതിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് പഠിക്കണം എന്നുള്ള പലപ്പോഴും ബെയർ ആക്ട് തന്നെ. ഇപ്പോൾ നമ്മൾ CRPC സെക്ഷനിൽ നിന്ന് ഇൻഫർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ള ഒരു ഭാഗം നിങ്ങളുടെ സിലബസിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പഠിക്കാൻ റെക്കോർഡിംഗ് ഓഫ് കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്ക് കാണും. സോ ഇതെന്ന് പറയുന്നത് CRPCയിൽ ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ ഉള്ള ഒരു സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻസ് 164 നിന്ന് ഡയറക്ട്ലി ചോദിച്ചുള്ള ഒരു ചോദ്യമാണ് PSC കാണിച്ചിരിക്കുന്നത്, നമ്മുടെ SA എക്സാമിൽ തന്നെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അവിടെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ഈ ബെയർ ആക്ടിൽ എന്താണോ തന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ല വഴി അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത് ക്ലാസ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ബെയർ ആക്ട് കൂടെ അതത് സെക്ഷൻസ് ഒന്ന് വായിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിയതിൽ ഇപ്പോൾ പോലീസ് ഓഫീസർ ഈസ് ഓതറൈസ് ടു റെക്കോർഡ് ദ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇവിടെ തന്നെ നോ കൺഫിഡൻസ് ഷാൾ ബി റെക്കോർഡഡ് ബൈ പോലീസ് ഓഫീസർ അങ്ങനെ തുടങ്ങി ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ ചോദ്യവും ഈ CRPCയിലെ ഭാഗം ഒന്ന് വായിക്കുക. എന്നിട്ട് മനസ്സിലാക്കുക ബെയർ ആക്ടിൽ നിന്നുള്ള അതേ കാര്യം അതുപോലെ എടുത്ത് എന്ത് ചെയ്യുക PSC എക്സാമിന് ചോദിക്കുക ചെയ്യുക. പിന്നെ ചില എന്താ പറയുക കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ എന്താ ഒരു ക്രൈം, പലതരം ക്രൈമുകളുണ്ട്, അതൊക്കെ എന്താണ് തെഫ്റ്റ്, ഇത്തരം കാര്യങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്യുപ്പിഡായി ഞാൻ ഈ പറഞ്ഞ 30 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ആൻഡ് ഓർക്കുക, ക്ലാസ് കേട്ടിട്ടോ മെറ്റീരിയൽ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല, അല്ലെങ്കിൽ ബെയർ ആക്ട് വായിച്ചിട്ടും കാര്യമില്ല. ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ആയുള്ള കാര്യം. നിർബന്ധമായും ഈ ഭാഗത്ത് നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് അത് അനലൈസ് ചെയ്തുകൊണ്ട് എന്താണ് ഏറ്റവും ഫേവറേറ്റ് ആയുള്ള PSCയുടെ ടോപ്പിക്, എന്തൊക്കെ ഭാഗങ്ങളാണ് PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് കൂടുതൽ ടഫ് ആകുന്നത് തുടങ്ങിയ അനാലിസിസ് എല്ലാം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് പഠിക്കുക. ഞാൻ പറഞ്ഞു എഗെയിൻ ഓർമ്മിപ്പിക്കുന്നു, 50 days അതിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ
തീർക്കണം. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരുടെയും അനാവശ്യ ഉപദേശങ്ങൾ കേട്ട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് നിങ്ങളുടെ അവസരമാണ്. ഓക്കെ, സോ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, സിലബസ് കവർ ചെയ്യാൻ. അതുപോലെ തന്നെ എക്സാം എന്താണോ എക്സാം പാറ്റേൺ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി അവസാനം ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുക. KS മെൻറ്ററിൻ്റെ ടെസ്റ്റ് സീരീസ് ഉടനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കുറേ പേര് ചോദിക്കുന്നുണ്ട് പേഴ്സണലി, അതല്ലാതെ എല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്യുക. സോ അതും ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല എക്സാം ഹാൾ എക്സ്പീരിയൻസ് പറ്റുമെങ്കിൽ ഓഫ്ലൈനിൽ തന്നെ എടുത്തുകൊണ്ട് ഒരു ടെസ്റ്റ് സീരീസ് കൂടെ അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്യൽ എളുപ്പമുള്ള ടാസ്ക് ആയിരിക്കും. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ ഓർക്കുക. ഇവിടെയും 5 മാർക്ക് കറണ്ട് അഫെയർ ഉണ്ട്, 15 ഒന്നും ഇല്ലല്ലോ. LSCS 15 ആണല്ലോ. സ്റ്റിൽ LSCS കേരള ബാങ്കിനും എല്ലാം ഉപകാരപ്പെടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ 50 ദിവസം കവർ ചെയ്യാൻ പറ്റുന്ന കറണ്ട് അഫെയർ എല്ലാം കവർ ചെയ്യുക. അത് സബ്ജക്ട് വൈസ് ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. പുതിയ ഏരിയ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾക്ക് ഫോക്കസ് കൊടുക്കുക. ഞാൻ പറഞ്ഞു 100 മാർക്ക് കിട്ടിയവരെല്ലാം നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 100 എന്ത് പെർസെൻറ്റേജ് ആണോ GS കിട്ടിയിരിക്കുന്നത്, അവിടെ 50 മാർക്ക് എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനില്ല, ഏതാ MEM. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വയമുള്ള അറിവ് വെച്ചുകൊണ്ട് എന്നെ സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക സ്പെഷ്യൽ ടോപ്പിക് ഞാൻ എത്ര മേടിക്കേണ്ടി വരും, മാക്സിമം അതിൻ്റെ എഫേർട്ട് ഇട്ടേ പറ്റൂ. അതുപോലെ തന്നെ GS അപ്ഡേറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുക, നല്ല ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. റിവിഷൻ മസ്റ്റാണ്. റിവിഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലോട്ട് നിങ്ങൾ എത്തിക്കുക. അതുകൊണ്ട് എന്ത് പഠിച്ചോ അതൊരു കൃത്യമായ ഇടവേളകളിൽ റിവൈസ് ചെയ്തു പോവുക. ആൻഡ് ഈ പണികളെല്ലാം എളുപ്പമാക്കാൻ നിങ്ങൾക്കുള്ള ഒരു വഴിയാണ് KS മെൻറ്റർ അല്ലെങ്കിൽ KS മെൻറ്ററിൻ്റെ മെയിൻസ് പ്രോഗ്രാം എന്നുള്ളത്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ GS ക്ലാസ്സുകൾ നിങ്ങളെ മെയിൻസിലോട്ട് എക്യുപ്പ് ചെയ്യുന്ന അപ്ഡേറ്റഡ് ആയ ക്ലാസ്സസ് ആയാലും, അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളായാലും, അതും സബ്ജക്റ്റ് എക്സ്പേർട്ട് എടുക്കുന്ന സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിലും, റൈറ്റ് മെറ്റീരിയൽ ഞാൻ പറഞ്ഞു എപ്പോഴും റൈറ്റ് മെറ്റീരിയലും റൈറ്റ് ക്വസ്റ്റ്യനും ചെയ്യുക. ഈ ഒരു ടെക്നിക്ക് മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി. എല്ലാ ടോപ്പേഴ്സ് അത് ചെയ്തവർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നല്ല ക്ലാസ് ഹാൻഡ് ഔട്ടുകൾ വെച്ച് 2000-ലധികം ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിന് പുറമെ 1000-ലധികം വീണ്ടും ക്വസ്റ്റ്യൻസ് കാണുന്ന ടെസ്റ്റ് സീരീസ് കൂടുതൽ ചെയ്ത് ഒരു സൈക്കോളജിക്കൽ സെഷൻസ് ഉൾപ്പെടുന്ന കോമൺ മെൻറ്റർഷിപ്പ് സെഷനിലൂടെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനർ വെച്ച് വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാനർ കയ്യിൽ തന്ന് പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KS മെൻറ്ററിലോട്ട് വരാം. ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 12 നമ്മുടെ വീണ്ടും നിങ്ങൾക്ക് ഏറ്റവും പുതിയതായിട്ട് ക്വാളിഫൈ ചെയ്ത് എല്ലാവർക്കും വേണ്ടി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഒട്ടും വൈകരുത്. നമ്മുടെ കയ്യിൽ തീരെ സമയമില്ല, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും സ്ട്രാറ്റജി വീഡിയോയും നിങ്ങളുടെ സബ്ജക്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.